സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണം ഈ ദുനിയാവിൽ നിന്ന് തന്നെ മനുഷ്യന് കാണാൻ സാധിക്കും. സ്വലാത്തിന്റെ ഗുണം ഈ ദുനിയാവിൽ മനുഷ്യന് കാണാൻ കഴിയും. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതത്തോടെ പറയുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു സ്ഥലം, മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗം. ആ ഹൃദയഭാഗത്തിന്റെ പേര് മലപ്പുറം ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. എന്താണ് ആ പ്രദേശത്തിന്റെ പേര്? സ്വലാത്ത് നഗർ. മലപ്പുറം കോഴിക്കോട് റൂട്ടിൽ മലപ്പുറത്തിന്റെ നെറുകയിൽ ഹൃദയഭാഗത്ത് ഒരു പ്രദേശം. ആ സ്വലാത്തിന് നമ്മൾ നൽകുന്ന സ്ഥാനപ്പേര്, ഓമനപ്പേര് സ്വലാത്ത് നഗർ എന്നാണ്. എന്താണ് ആ പ്രദേശത്തിന് സ്വലാത്ത് നഗർ എന്ന് നാമം കിട്ടാൻ കാരണം? അവിടെ സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നു എന്നതാണ്. കുട്ടികളും മുതിർന്നവരും പ്രായമുള്ളവരും അല്ലാത്തവരും യുവാക്കളും അല്ലാത്തവരും സർവ്വജനങ്ങളും അവിടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു, സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രം ആളുകൾ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശം, ഒരു രാജ്യം നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സ്വലാത്തിന്റെ ഗുണം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ലേ? ഒരു ഗവൺമെന്റ് അല്ല, ഒരു സർക്കാർ അല്ല, അല്ലെങ്കിൽ ലോകത്തെ കോടീശ്വരനല്ല. അവിടെ കാണുന്ന വിദ്യാഭ്യാസ സമുച്ചയം, മതഭൗതിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിൽ നടന്നു വരുന്നത് ഏതെങ്കിലും രാജാക്കന്മാര് നേരിട്ട് നടത്തുന്നതാണോ? ഈ രാജ്യത്തെ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതാണോ? ഗവൺമെന്റിന്റെയും രാജ്യത്തിന്റെയും സർക്കാരിന്റെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ സഹായവും പിന്തുണയും സഹകരണവും പ്രാർത്ഥനയുമൊക്കെ ആ വിദ്യാഭ്യാസ കേന്ദ്രത്തിനുണ്ട്. പക്ഷെ ഇത് നടന്നു പോകുന്നത്, ഇത്രയും വിപ്ലവകരമായ രീതിയിൽ അതിന്റെ മുന്നേറ്റം നടന്നത്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ, അതിന് നേതൃത്വം വഹിക്കുന്നവർ എല്ലാവരും വിശ്വസിക്കുന്നു അത് സ്വലാത്തിന്റെ ബർക്കത്താണ്. 25,000-ത്തിലധികം വിദ്യാർത്ഥികൾ മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് അവിടെ പല രംഗങ്ങളിൽ, പല തട്ടുകളിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ കൃത്യമായി വ്യക്തമായി റിസർച്ച് ചെയ്യുന്നു, പഠനം നടക്കുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നു, ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നു, ഖുർആൻ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കണ്ണു കാണാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, കേൾവിശക്തിയില്ലാത്തവർ, ഇതുപോലെ മാതൃകാപരമായ ഒരു വലിയ വിപ്ലവത്തെ നമുക്ക് എവിടെ കാണാൻ, എവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാനൊക്കെ പോകുമ്പോൾ, നമ്മളൊക്കെ എത്തിച്ചേരുമ്പോ പലപ്പോഴും അത്ഭുതപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കാറുണ്ട്. മലപ്പുറത്ത് അതിമഹത്തായ ഒരു ഗ്രാൻഡ് മസ്ജിദ് ഉണ്ട്, മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയ എന്ന അതുല്യമായ ആ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാൻഡ് മസ്ജിദ്. അവിടെ ആളുകൾ നിക്കാഹ് ചെയ്യാൻ, ഒരു നിക്കാഹിന് പോയപ്പോൾ അത്ഭുതപ്പെട്ടു. ഭൗതിക രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും, നിയമപാലകന്മാർ പലരും അവിടെ വെച്ച് നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
മഹാനായ ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി ഹഫിദഹുല്ലാഹ് വറആഹു മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ആ പള്ളിയിൽ നിക്കാഹ് നടക്കാനും നടത്താനും മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുന്നു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാനിപ്പോൾ അടുത്ത് കോഴിക്കോട് ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും ജാമിയ മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയുടെയും നേതൃത്വമായ ഈ പ്രസ്ഥാനത്തിന്റെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായ എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന മഹാനായ ബദറുസ്സാദാത്ത് അസ്സയ്യിദ് ഇബ്രാഹിം അൽ ഖലീലുൽ ബുഖാരി മഹാനവറുകൾ പറഞ്ഞു, സയ്യിദ് അവറുകൾ സ്വലാത്ത് നഗറിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് 80 കുട്ടികൾ അന്നവിടെ ചെറിയ സ്കൂളിൽ ഉണ്ട്. ആ സ്കൂൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് അൽഹംദുലില്ലാ അവിടെ 6000-ലധികം വിദ്യാർത്ഥികൾ മഅദിൻ പബ്ലിക് സ്കൂളിൽ വിദ്യാഭ്യാസം നേടുന്നു, ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഇത് ഒരു വിഭാഗത്തിന് മാത്രമാണോ അഭിമാനം? എല്ലാ ആളുകൾക്കും, സർവ്വജനങ്ങൾക്കും, മലപ്പുറത്തിന്റെ കേരളത്തിന്റെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആദരവോടെ എല്ലാവർക്കും നോക്കിക്കാണാൻ ഉതകുന്ന രീതിയിൽ അൽഹംദുലില്ലാ വിപ്ലവകരമായ അജയ്യമായ ഉജ്ജ്വലമായ മുന്നേറ്റം ഈ സ്ഥാപനത്തിന് നേടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മഹാനവറുകൾ എപ്പോഴും സയ്യിദ് അവറുകൾ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നു, അത് സ്വലാത്തിന്റെ മഹത്വമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, സ്വലാത്തിന്റെ ഗുണത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് സ്വലാത്തിന്റെ സവിശേഷതയാണ്, സ്വലാത്തിന്റെ മഹത്വമാണ് ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അൽഹംദുലില്ലാ, സയ്യിദ് അവറുകളുടെ പ്രത്യേകത എല്ലാവർക്കും നൽകേണ്ട രീതിയിൽ സ്നേഹം നൽകും. കുട്ടികളോടും മുതിർന്നവരോടും. ഒരാളെ കണ്ടാൽ അയാളുടെ എല്ലാ ചരിത്രവും സയ്യിദ് അവറുകൾ മനസ്സിലാക്കും. പിന്നീട് അയാളെ കാണുമ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, ജീവിതത്തിലെ അവസ്ഥകളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ച് ഇങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് സയ്യിദ് അവറുകൾ അങ്ങോട്ട് പങ്കുവെക്കും. അവിടുത്തെ പിതാവ് അഹ്മദുൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ആ പ്രദേശത്തിന്റെ ഇമാമായിരുന്നു, നേതൃത്വമായിരുന്നു. അവിടെ കുരുത്തം തന്റെ ഗുരുവര്യന്മാർ, മശായിഖുമാർ, മഹാനായ ബഹറുൽ ഉലൂം ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ശൈഖുന ഓക്കെ ഉസ്താദ് ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ആമീൻ, അവിടുത്തെ അനുഗ്രഹം, പൊരുത്തം, റയീസുൽ ഉലമാ ഈ സുലൈമാൻ ഉസ്താദ് ഹഫിദഹുല്ലാഹു വറആഹ്, അവിടുത്തെ പൊരുത്തം, അനുഗ്രഹം, വഫാത്തായി പോയ ഈ ഉമ്മത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന താജുൽ ഉലമാ മഹാനായ സയ്യിദ് ബുഖാരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവറുകൾ ഹൃദയത്തിൽ വലിയ സ്നേഹം നൽകിയിരുന്ന, വലിയ സന്തോഷവും ബഹുമാനവും നൽകിയിരുന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ. ഇന്നവിടെ ചെന്നാൽ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി സയ്യിദ് അവറുകളെ കാണാൻ, അവിടെ വേവലാതികൾ പറയാൻ, അവിടെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാൻ, അവരുടെ മറ്റു കാര്യങ്ങൾ സയ്യിദ് അവറുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ
അവിടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾ ആലോചിക്കൂ, അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരെല്ലാമുണ്ട്. വലിയ വലിയ രംഗത്ത് പ്രവർത്തിക്കുന്ന, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് MLA-മാരും MP-മാരും അതേപോലെ സ്പീക്കറും ഒക്കെ ആയി പ്രവർത്തിക്കുന്ന, ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ കേന്ദ്രമായി, അവരുടെ സമാധാനത്തിന്റെ ഇടമായി, അവരുടെ സന്തോഷത്തിന്റെ കേന്ദ്രമായി, അവിടെ മക്കൾക്ക് പഠിക്കാനും വളരാനുമുള്ള ഒരു വലിയ കേന്ദ്രമായി നമ്മുടെ ഈ സ്ഥാപനത്തെ തെരഞ്ഞെടുത്തത് സ്വലാത്താണ്. മഹാനായ സയ്യിദ് അവറുകൾ ആരംഭിക്കുന്നതിന്റെ മുമ്പ് ആരംഭിച്ച പലതുമുണ്ട്. അവിടെ സ്വലാത്തില്ല എന്നല്ല ഈ പറയുന്നത്. പക്ഷെ മഹാനവറുകൾ ആ സ്വലാത്ത് മജ്‌ലിസിനെ മുന്നിൽ വെച്ചു, സ്വലാത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു, സ്വലാത്തിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിച്ചു. ആ സ്വലാത്തിന്റെ ഗുണത്തിൽ വിശ്വസിച്ചു, അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി നയിച്ചു. ഈ പ്രാവശ്യം ഹജ്ജിന് എന്നപ്പോ സയ്യിദ് അവറുകളെ മദീനയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ കർണാടക ഗവൺമെന്റിന്റെ സ്പീക്കർ UT ഖാദർ സാഹിബ്, അവരെ ഫാമിലി, കുടുംബം, ഗവൺമെന്റിന് പോകേണ്ട ആളുകൾ, ഹജ്ജിന് പോകേണ്ട ആളുകൾ, അവർ ഹജ്ജിന് പോകാൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ആത്മീയ നേതൃത്വമായ, ഈ രാജ്യത്തെ സർവ്വജനങ്ങളുടെയും ആദരവും സ്നേഹവും കൈപ്പറ്റിയ മഹാനായ സയ്യിദ് അവറുകളെ കൂടെ പോകലായിരുന്നു. പലരും അവിടുന്ന്, ചാനലുകാര് പലരും ചോദിച്ചു, അല്ല നിങ്ങൾ ഗവൺമെന്റിലും മറ്റുമൊക്കെ അല്ലേ പോരേണ്ടത്? ഒറ്റ മറുപടിയായിരുന്നു, ഞങ്ങളെ പൂർവീകര്, അവരുടെ വാപ്പയും വാപ്പന്റെ വാപ്പയും ഒക്കെ മഹാനായ സയ്യിദ് അവറുകളോടും കുടുംബത്തോടും അവരെ കൂടെ ഹജ്ജിന് പോയ സംഭവങ്ങളുമൊക്കെ അനുസ്മരിച്ചത് ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പൊ സ്വലാത്ത് നമ്മൾ വളർത്തുമ്പോൾ, സ്വലാത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമ്പോൾ, നാം സ്വലാത്തിന്റെ വാഹകരായി മാറുമ്പോൾ എല്ലാ ശർറുകളിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദാരിദ്ര്യങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, വേജാറുകളിൽ നിന്ന് അല്ലാഹു ആ മനുഷ്യന് രക്ഷ നൽകും, സമാധാനം നൽകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ, സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ മുഴുവനും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ സ്വലാത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.